H1B വിസ അതിൻ്റെ ഫീസ് ഇപ്പോൾ കൂട്ടിയിരിക്കുക. ടെക്കുകളുടെ വിസയാണ്. അതിൻ്റെ ഫീസ് ഇപ്പോൾ അമേരിക്ക കൂട്ടിയിരിക്കുകയാണ്. ഏകദേശം 1 കോടിക്ക് അടുത്ത് അതിൻ്റെ ഫീസ് കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളൊരു നയതന്ത്രത്തിൻ്റെ വിള്ളലാണോ ഇതിൻ്റെ പിന്നിലെന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വീക്ക് പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ടാണ് നമ്മുടെ നയതന്ത്രം എന്നും വിജയം എന്നൊക്കെ പറയുന്നത് കള്ളമാണ്, വിജയമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ട്രംപ് ഇപ്പം എങ്ങനെ ഇന്ത്യക്ക് ഇട്ട് പണി തരൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും മിണ്ടുന്നില്ല. എന്താ കാര്യം? ഫസ്റ്റ് ഇടതുപക്ഷം വലതുപക്ഷം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ട്രംപ് വലതുപക്ഷം, മോദി വലതുപക്ഷം എന്നൊക്കെയല്ലേ പറയുന്നത്. ശരിക്കും ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വദേശി മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി ഇടതുപക്ഷത്തിന്റെ പരിപാടിയാണ്. ഇടതുപക്ഷമാണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ കർഷകരെ ഫസ്റ്റ്, നമ്മുടെ ആൾക്കാർ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു നയമാണ്. വലതുപക്ഷം ക്യാപിറ്റലിസമാണ്, ഫ്രീ മാർക്കറ്റാണ്. അതായത് കഴിവുള്ളവൻ കയറി വരട്ടെ, അങ്ങനെ തുറന്നു കൊടുക്കുകയാണ്, വിപണി തുറന്നു കൊടുക്കുന്നതാണ്. ശരിക്കും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ട്രംപും മോദിയൊക്കെ ഇടതുപക്ഷ രീതിയിലാണ് പെരുമാറുന്നത്. കാരണം മോദി പറയുന്നത് എന്താണ്, താരിഫ് അനുവദിച്ച് തരില്ല. കാരണം എന്താണ്, നമുക്ക് സ്വദേശിവൽക്കരണമാണ് ചെയ്യുന്നത്. ട്രംപ് എന്താണ് പറയുന്നത്, നമുക്ക് അമേരിക്കക്കാർക്ക് ആദ്യം, അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക്. അതായത് കഴിവിനോ ഇതിനോ അല്ല പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്നൊക്കെയുള്ള ചോദ്യമാണ് അന്നത്തെ കാര്യം. ഇതൊന്നും തന്നെ ഈ പൊട്ടൻ അറിഞ്ഞൂടാ. ആർക്കാണ്? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന, അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഒരു വിഷമമുണ്ട്. കാരണം ഒരു നല്ല പ്രതിപക്ഷമായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് ഈ സമയത്ത് സർക്കാരിന്റെ കൂടെ നിൽക്കണം. അല്ലാതെ മാറി എന്ന് വിമർശിക്കാൻ എല്ലാവർക്കും പറ്റും, ആർക്കും പറ്റാത്തത് അല്ലേ? ഈ സമയത്ത് വാജ്പേയി അങ്ങനെ ചെയ്തിട്ടുണ്ട്. വാജ്പേയി പ്രതിപക്ഷമായിരുന്നപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അത് നല്ല ഈ പറയുന്ന അപ്പൂപ്പന്റെ തഴമ്പുണ്ടായിട്ട് കാര്യമില്ല. ഇല്ല, അത് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അത് വേണ്ടത്. അത് രാഹുൽ ഗാന്ധിക്ക് ഇല്ല. അതുകൊണ്ട് ഇതുപോലെ മാറി നിന്ന് വിമർശിക്കാനൊക്കെ ഉള്ളൂ. അല്ലാതെ ഈ സമയത്ത് എന്താണ് അദ്ദേഹം പറയേണ്ടത്, എല്ലാവരെയും വിളിച്ചിട്ട് ഒരു നമുക്ക് പ്രതിപക്ഷത്തിനും സർക്കാരിനും എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് നടത്തണം, എങ്ങനെ അമേരിക്ക ഈ ഒരു സമ്മർദ്ദം നമുക്ക് നേരിടാം എന്ന് പറയുന്നത് വരെ. കാരണം നമ്മൾ പറയും അത് പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്, ഈ അവിടെ ഇരുന്ന് പ്രാവുകയാണ് ഈ മനുഷ്യനൊന്നും ചത്തിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഇതങ്ങനെ സാധിക്കും? നരേന്ദ്രമോദിയുടെ നയതന്ത്രം പരാജയമാണോ എന്നുള്ളതാണല്ലോ ചോദ്യം. ഇവിടെ നരേന്ദ്രമോദി ചുമ്മാ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഈ പറയുന്ന ഇതൊന്നും മുൻകൂട്ടി കാണാൻ കഴിയാത്തൊരു വിഡ്ഢിയാണെങ്കിൽ ആ പ്രധാനമന്ത്രി കസേരയിലൊന്നും ഇരിക്കുമോ 3ാം തവണ? ഇല്ല. അപ്പോൾ 71% H1B വിസക്കാരും ഇന്ത്യക്കാരാണ്. അത് നരേന്ദ്രമോദിക്ക് അറിയാം. 90 ലക്ഷം ആക്കി കഴിഞ്ഞാൽ 75% പേർക്ക് പണി കിട്ടും എന്നുള്ളത് അറിയാം. അതായത് അവിടെ പറയുന്നത് അവിടെ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല, ഇനി അങ്ങോട്ട് പോകുന്നവർക്കാണ് ഈ പറയുന്നത് 90 ലക്ഷം രൂപ വിസയ്ക്ക് വരാം. അതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് അവിടെ ജോലി കിട്ടുന്നത് എന്നുള്ളതാണ്. ഈ IIT IIM എന്നൊക്കെ പഠിച്ചിറങ്ങിയവന്മാർ അവിടെ ചെന്ന് ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കണം. ഇന്ത്യയിൽ അവസരങ്ങൾ കുറവായതുകൊണ്ടാണോ? അല്ല, അത് അവിടെ ഏറ്റവും മികച്ച കമ്പനികളുണ്ട്. മികച്ച കമ്പനികൾ എന്തുകൊണ്ടായിരിക്കും ഇന്ത്യക്കാരെ മാത്രം തിരഞ്ഞെടുക്കുന്നത്? ഏറ്റവും കഴിവുള്ളവരും സാമർഥ്യമുള്ളവരും ഇന്ത്യക്കാരായതുകൊണ്ട്. അപ്പോൾ ട്രംപ് ഒരു മണ്ടൻ നയം കൊണ്ടുവരികയാണ്. കഴിവും ബുദ്ധിയൊന്നും അല്ല നോക്കേണ്ട, അമേരിക്കക്കാർക്ക് ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് വലുത് കമ്പനിയുടെ നിലനിൽപ്പാണോ അതോ അമേരിക്കക്കാരന്റെ ഭാവിയാണോ? നിലനിൽപ്പാണ്. ഈ 90 ലക്ഷം ആര് മുടക്കും? കമ്പനി മുടക്കി ഇവരെ കൊണ്ടുവരും, അല്ലേ? അപ്പൊ ആർക്ക് നഷ്ടമുണ്ട്? അമേരിക്കയ്ക്ക് നഷ്ടമുണ്ട്. അമേരിക്കൻ കമ്പനിക്കാണ് നഷ്ടം ആത്യന്തികമായിട്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി മിണ്ടാതിരിക്കുന്നത്. കാരണം ഇത് സുഹേൽ സേത്ത് എന്ന് പറയുന്ന സാമ്പത്തിക നിരീക്ഷകൻ, നമ്മുടെ ഇന്ത്യയിലെ ഒരു സാമ്പത്തിക നിരീക്ഷകൻ, വ്യവസായിയുടെയും നിരീക്ഷണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം പറയുന്നത് 3 കാര്യങ്ങളാണ് ഈ മണ്ടൻ 3.5 വർഷം ഭരിച്ചു കഴിയുമ്പോഴത്തേക്ക് അമേരിക്കയിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. അമേരിക്ക മാത്രമല്ല ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് വൈറ്റ് ഹൗസിലെ വിട്ടിക്കൂട്ടം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ കോട്ട് ചെയ്ത് പറയുകയാണ്, വൈറ്റ് ഹൗസിലെ വിട്ടിക്കൂട്ടം. ഇദ്ദേഹത്തിന്റെ കൂടെ അനുകൂലിച്ച് കുറെ പേരുണ്ട്, പീറ്റർ നവാരോ എന്നൊക്കെ പറഞ്ഞ് കുറെ ബ്രാഹ്മണന്മാരെന്നൊക്കെ ഇരുന്നുണ്ട്, എന്തൊക്കെയോ മണ്ടത്തരം പറയണേട്ട്, അതിവിടെ നിൽക്കട്ടെ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് സ്കിൽഡ് ആയിട്ടുള്ള വളരെ ബുദ്ധിശാലികളായിട്ടുള്ള ഇന്ത്യൻ IT വിദഗ്ധരെയൊക്കെ ആര് തന്നെ കൊണ്ടുപോകും? അമേരിക്കൻ കമ്പനിയെ കൊണ്ടുപോകും. അതിൽ യാതൊരു തർക്കവുമില്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ സാലറി കോമ്പൻസേഷൻ അതിലൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ സാധ്യത നിയർ ഷോറിംഗ് അല്ലെങ്കിൽ ഓഫ് ഷോറിംഗ് എന്ന് പറയുന്നത്. നിയർ ഷോറിംഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനികളുടെ ആസ്ഥാനം അമേരിക്കയിലല്ലേ പ്രശ്നമുള്ളൂ,
തൊട്ടടുത്ത സംസ്ഥാന രാജ്യങ്ങളിലേക്ക് മാറ്റും. ലാറ്റിൻ അമേരിക്കയിലോ കാനഡയിലോ മെക്സിക്കോയിലോ ഒക്കെ മാറ്റും. അവിടെ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല, അവിടെ ഇല്ല. അപ്പൊ ഇന്ത്യക്കാരെ എങ്ങോട്ട് ഒഴുകും? അങ്ങോട്ട് ഒഴുകും. ഇത് എവിടെ ഉണ്ടോ അങ്ങോട്ട് പോകുക എന്നുള്ളതാണ്. അവിടെയും നഷ്ടം അമേരിക്കയ്ക്കാണ്. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം, BPO കമ്പനികൾ പലതും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ BPO കമ്പനികൾ മാത്രമല്ല, ഈ ജെൻപാക്ട്, അമേരിക്കൻ എക്സ്പ്രസ്, ബ്രിട്ടീഷ് എയർവേസ്, അവരുടെയൊക്കെ ആസ്ഥാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയെ തുടങ്ങുന്നത്. ഇവന്മാർ തുടങ്ങുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇന്ത്യയിലുള്ള തൊഴിലാളികൾക്ക് കുറച്ച് വേതനം കൊടുത്താൽ മതിയല്ലോ. ഇവർ അമേരിക്കയിൽ പോകുമ്പോഴേ ഇത്രയും വലിയ പൈസ, ഇവിടെ കൊണ്ട് ആസ്ഥാനം തുടങ്ങിയാൽ കുറച്ച് പൈസ കൊടുത്താൽ മതിയല്ലോ. അതാണ് അവന്മാരുടെ ബുദ്ധി. പക്ഷേ അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് ഈ നിയർ ഷോറിങ്ങിന്റെ ഭാഗമായിട്ട്. പക്ഷെ അതിൽ നമ്മൾ അത് നോക്കി വെള്ളം വാങ്ങി വയ്ക്കേണ്ട. കാരണം നമുക്ക് അതിനുകൊണ്ട് ഒരു ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ IT ഈ പറയുന്ന മേഖലയിലുള്ള സമർത്ഥർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിന് പകരം നമ്മൾ ഇവിടെ കാണുന്നത് ഓഫ് ഷോറിങ് എന്നുള്ളതാണ്, ഔട്ട്സോഴ്സിങ്. അതായത് അവിടുന്ന് കിട്ടേണ്ട, ഓഫ് ഷോറിങ് എന്ന് പറഞ്ഞാൽ ഔട്ട്സോഴ്സിംഗ് ആണ്. നമുക്കറിയാം, ഇപ്പം നമ്മൾ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്കൊക്കെ പല കമ്പനികളും നിലനിന്ന് വരുന്ന അമേരിക്ക ഇതുപോലെ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് കൂടും. അപ്പൊ ഇവിടെ തന്നെ ടെക് നഗരങ്ങൾ ഒരുപാടുണ്ടാവും, ടെക് പാർക്കുകൾ ഉണ്ടാവും ഒരുപാട്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റുക. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയോ ഒരു പ്രതിസന്ധികളെ അവസരമാക്കി മുന്നേറുക. എന്ത്? അതെ, ഈ ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ പോയ ഒരു മനുഷ്യൻ എപ്പോഴോ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഈ അവസരമാക്കി സ്വന്തം പള്ളയും വീട്ടുകാരുടെ കുടുംബം നിറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ മോദിയുടെ നയം എന്ന് പറയുന്നത്, മോദിക്ക് കുടുംബമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യയാണ് അദ്ദേഹത്തിന്റെ കുടുംബം, ഇന്ത്യ പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയും. നമ്മൾ പഠിപ്പിച്ച് നല്ല തലകളാക്കി മാറ്റുന്നവന്മാരെ IIT-യിലും എവിടെയെങ്കിലും കൊണ്ടുപോയി അവിടെയാണ് കഴിവ് തെളിയിക്കുന്നത്. അപ്പം ഇതിനാണ് നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ. അപ്പം അവൻ എത്രയും നാൾ കൊടുത്ത വിദ്യാഭ്യാസം വേസ്റ്റ്. മനസ്സിലായി? അതാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. അത് ഇനി നടക്കില്ല. 90 ലക്ഷം മുടക്കി പോണ്ടേ? വലിയ തോതിലൊന്നും, വലിയ കമ്പനികൾ അത്രയും പൈസ മുടക്കി ഒരുപാട് തോതിലൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. അപ്പൊ ഇവരൊക്കെ എവിടെ തന്നെ നിൽക്കും? ഇവിടെ തന്നെ അവസരങ്ങൾ ഇവർ ചിന്തിക്കും. സ്റ്റാർട്ടപ്പുകളെ പറ്റി ചിന്തിക്കും, എന്ത് വ്യവസായങ്ങളെ പറ്റി ചിന്തിക്കും, ഇന്ത്യയിൽ അത് ചെയ്യാൻ ആരംഭിക്കും. അപ്പൊ ഇതിന് ഇന്ത്യക്ക് നയാ കാശ് മുടക്കാതെയാണ് ഇത് നടക്കുന്നതെന്നും കൂടെ ആലോചിക്കണം. ഇനി അടുത്ത് ട്രംപ് തന്നെ. അതാ പറയുന്നത്, അദ്ദേഹത്തിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ ബാലിയുടെ കഥ കേട്ടിട്ടില്ലേ? അതാണ് അവസ്ഥ. പകുതി ശക്തി അയാൾക്ക് കിട്ടുമെന്ന് പറയും. അതാണ് ആരെടുക്കുന്നോ, അത് അസീം മുനീർ ആയിക്കോട്ടെ, ട്രംപ് ആയിക്കോട്ടെ, ഷീ ജിൻപിങ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇതിൽ ചെയ്യേണ്ട, ഇന്ത്യൻ ഗവൺമെന്റ് IT മേഖലയെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. അതിനുവേണ്ടി പ്രധാനമന്ത്രി സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ പദ്ധതി ആരംഭിച്ചു 2014 അദ്ദേഹം വന്നപ്പോൾ. അതിന്റെ യൂണിക്കോൺ കമ്പനി എന്ന് പറയും. അതായത് 2 ബില്യൺ ആസ്തിയുള്ള, വിറ്റുവരവല്ല ആസ്തിയുള്ള കമ്പനികളാണ് യൂണിക്കോൺ കമ്പനി. അന്ന് അത് 2 കമ്പനികളെ ഉണ്ടായിരുന്നുള്ളൂ 2014. അത് പ്രാരംഭ ഘട്ടമായിരുന്നു. ഇപ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ 168 കമ്പനികൾ അങ്ങനെ ഉണ്ട്. നോക്കണം, 2 ബില്യൺ ആസ്തിയുള്ള കമ്പനികളാണ്. അതിൽ ഇനി വർധന ഉണ്ടാകുന്ന കാര്യത്തിൽ ഞാനിപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് മനസ്സിലായി. ഇനി അതിന്റെ വർധനവ് കൂടും. കാരണം ഭരിക്കുന്നത് അത്രയും എന്താണ് പറയാ, അതെ, ഒരു ഉൾക്കാഴ്ചയുള്ള പ്രധാനമന്ത്രിയാണ്. എന്താണ് ഇനി അടുത്ത 10 വർഷം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള. അപ്പോൾ അത് മാത്രമല്ല, ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ സിറ്റിയുണ്ട്. 2022 ബജറ്റിലാണ് ഞാൻ ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഗിഫ്റ്റ് സിറ്റിയിൽ വിദേശ സർവകലാശാലകളെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ ഗിഫ്റ്റ് സിറ്റി, അതൊന്നും ഇനി നരേന്ദ്രമോദി ഗിഫ്റ്റ് വല്ലതും കൊടുത്തോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് പറഞ്ഞത് ഗുജറാത്ത് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ ടെക് സിറ്റി. അതായത് ഇത് ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ്. അതായത് ഇതൊരു വാണിജ്യ സാമ്പത്തിക പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടുന്ന ഒരു നഗരമാണ്. അതായത് നമ്മുടെ ടെക്നോ പാർക്ക് ഒരു ടെക് നഗരമായിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും? അത് തന്നെ, അതിനകത്ത് തന്നെ ഇപ്പം ടെക്നോ പാർക്കിനകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് കഫറ്റേരിയ ഉണ്ട്, ടെക്നോ പാർക്ക് മെയിൻ ഇതുണ്ട്, ഇത്രയേ ഉള്ളൂ. ജോലിക്കാരൊക്കെ അവരവരുടെ വീട്ടിൽ പോകും ജോലി കഴിഞ്ഞിട്ട്. അങ്ങനെയല്ല, അതിനകത്ത് തന്നെ ഫ്ലാറ്റുകളും, താമസിക്കാനുള്ള ഫ്ലാറ്റുകളും, കുട്ടികൾ കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കും, തിയേറ്ററും എല്ലാമുള്ള ഒരു നഗരം, സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉള്ള. അപ്പം ജോലിക്ക് നടന്നു പോവാം. അത്തരത്തിലുള്ള ഒരു സിറ്റിയിലാണ് ഗിഫ്റ്റ് സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ക്ഷമിക്കണം, അതുപോലുള്ള, അതായത് ഷാങ്ഹായ് സിറ്റിയുടെ രൂപം, പിന്നെ സിംഗപ്പൂർ, ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് അതിൽ പ്രചോദനം ഉൾക്കൊണ്ടത്. ഗുജറാത്തിൽ ഇതുണ്ട്, കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ട വരില്ല. അതിന് കാരണം ചെങ്കൊടിയാണ്. സ്റ്റോപ്പ്, ചെങ്കൊടി എന്ന് കണ്ടാൽ സ്റ്റോപ്പ് എന്നാണ്, വ്യവസായികൾക്ക് സ്റ്റോപ്പാണ്. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെ കിറ്റക്സ് ഒക്കെ പോയത് ഓർമ്മ. അപ്പൊ അങ്ങനെ മുത്തൂറ്റും പോയിട്ടുണ്ടല്ലോ. അപ്പം
അതാണ് അതുകൊണ്ട് ഇവിടെ അത് വരുമെന്ന് പ്രതീക്ഷിക്കണം. ഏതായാലും ഇത് 886 ഏക്കർ ഭൂമിയിൽ 110 കെട്ടിടങ്ങളുള്ളതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അതിൽ 67% വാണിജ്യപരമായിട്ടുള്ള സൗകര്യങ്ങളാണ്. അതായത് ഈ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള 22% സൂപ്പർ മാർക്കറ്റ് മാത്രമല്ല, ഇതുപോലെ ടെക്നോ പാർക്ക്, ഈ പറയുന്ന എന്താണ് IT മേഖലയിലുള്ള കെട്ടിടങ്ങൾ, ഇങ്ങനത്തെ ഇതെല്ലാം 22% സാമൂഹികപരമായിട്ടുള്ള സൗകര്യങ്ങൾ, ജിമ്മ്, തിയേറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. 11% പാർപ്പിട സൗകര്യം, വീട്, ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ്. അപ്പോൾ ഈ IT നഗരങ്ങൾ, ഇതുപോലുള്ള IT നഗരങ്ങൾ, IT പാർക്കുകളെല്ലാം നഗരങ്ങൾ സൃഷ്ടിക്കണം. അതാണ് മോദി ഇനി ചെയ്യേണ്ടത്. അത് അദ്ദേഹം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് തന്നെയാണ്. അത് ഗിഫ്റ്റ് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയെങ്കിൽ ഇനി അത് കൂട്ടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തലയിലൂടെ എന്തായാലും പോയി കിട്ടും. നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ എന്താണ് നയതന്ത്ര മീറ്റിങ്ങുകളിൽ അയക്കേണ്ടത് പീയൂഷ് ഗോയൽ വളരെ മിടുക്കനായ ഒരാളാണ്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഈ ടാറ്റയുടെ ചന്ദ്രശേഖരൻ, നമുക്ക് വലിയ വ്യവസായികളുണ്ട് ഈ ടെക് ഫീൽഡിൽ തന്നെ ഉണ്ട്. മുകേഷ് അംബാനി, റിലയൻസിന്റെ, അങ്ങനെയുള്ള അദാനിയുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ അയക്കുക. അതായത് ഈ സാമ്പത്തിക നയം ചർച്ച ചെയ്യണം. അവർക്കൊക്കെ അവിടെ നല്ല പേരാണ്. ടാറ്റ എല്ലാവർക്കും അറിയില്ലേ, അംബാനി എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരെ അയക്കുമ്പോൾ അവർക്ക് അവിടെ ആ രീതിയിൽ സാമ്പത്തിക നയം, സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക നയതന്ത്രം എന്നുള്ളൊരു സാധ്യത അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്യേണ്ടത് അമേരിക്കയ്ക്ക് പുറത്ത്. ശശി തരൂർ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അമേരിക്കൻ വിപണി കിട്ടിയില്ലെങ്കിൽ അത് മറ്റിടത്ത് കണ്ടെത്തുക എന്നുള്ളതാണ്. അമേരിക്കൻ വിപണി നമ്മൾ കണ്ടെത്തിയത് 5 വർഷം കൊണ്ടാണ്. $1 ബില്യണായിരുന്നു നമ്മുടെ വരവ്. അതിൽ നിന്ന് 36 ബില്യൺ, അതായത് 106 ബില്യണിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കച്ചവടം, കയറ്റുമതി ഇറക്കുമതി കച്ചവടം 5 വർഷം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് മറ്റ് യൂറോപ്പിലൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ താമസമുണ്ടോ? ഇല്ല. പണിപ്പെട്ട ഇപ്പോൾ കിറ്റെക്സിന്റെ മുതലാളി പറഞ്ഞു കേട്ടില്ലേ, അമേരിക്ക കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ രാജ്യത്തിലാണ് ഏറ്റവും വലിയ വിപണി, അവിടെ ഇറക്കുമെന്ന് പറഞ്ഞില്ലേ. അതുപോലെ യൂറോപ്പ് കീഴടക്കുമെന്ന് പറഞ്ഞു, യൂറോപ്പിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ വ്യവസായികളാണ് ഇതിന് മുൻകൈ എടുത്തിറങ്ങേണ്ടത്. അതിന് സർക്കാർ പ്രോത്സാഹനം കൊടുക്കണം. പിന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യം, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല. പിന്നെയാണ് ഒരു രാജ്യത്തിൽ ഒരു കാര്യം പറയാം രാഹുൽ ഗാന്ധിയെ പറ്റി. ഒരാൾ പറയുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് ഉപയോഗം വേണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടത്തിന് ഉപയോഗം വേണം, അതായത് പാർട്ടി. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉപയോഗം വേണം, അതുമല്ലെങ്കിൽ അവനവന് ഉപയോഗം വേണം. ഇങ്ങനെ ആർക്കും ഉപയോഗം വരാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു വിഡ്ഢിയായിട്ടാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞില്ലേ, വൈറ്റ് ഹൗസിലെ വെട്ടിക്കൂട്ടം എന്ന് പറയുന്നത്. അതിൽ ഒരു വെട്ടിക്കൂട്ടം ചിന്നിച്ചെതറിപ്പോയി. ആ വെട്ടിക്കൂട്ടത്തിൽ നിന്ന് ചിന്നിച്ചെതറിപ്പോയി ഇവിടെ ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഒരു വിഡ്ഢിയാണ് പപ്പു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി. അതിനാൽ അപ്പുറം മറ്റൊരു മറുപടി, അല്ലെങ്കിൽ മറുപടി അർഹിക്കുന്നില്ല. രണ്ടാമത്തെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതെന്ന് അറിയാമോ? ഇവിടെ എന്ന് പറഞ്ഞു, മറുപടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. അതാണ് ഇതിനൊക്കെ പറയാനുള്ളത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി മറുപടി പറയാത്തത്.